ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടാലോ. ഇത് ഞാൻ ഇന്നലെ വെള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്, അത് കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി ഇനി അരപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് വേഗം വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. വെള്ളം അധികമായി പോവണ്ട. അപ്പോൾ കറി നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മളെ കുക്കറിലുള്ള ഈ ഗ്രീൻ പീസ് ഇതുപോലെ വെന്തിട്ടുണ്ടാവും. കുറച്ച് നല്ലോണം വെന്താലേ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വേവിക്കലുണ്ട്. ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ പൊട്ടി പോകുന്ന സൈസ് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കലുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്താൽ ഒന്ന് ചെറിയ തിളയും കൂടി വന്നാൽ നമ്മളെ കറിയും ഇവിടെ റെഡിയായി. അന്നപ്പോഴാണ് കേട്ടോ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു തിള വന്നാൽ ഇത് കറി ഓഫ് ചെയ്യുക. ഇനി നമ്മളെ കറി ഒന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം വറവിട്ടെടുത്തിട്ട് കറി നമുക്ക് അതിലേക്കായിട്ട് ഒഴിച്ച് കൊടുത്താൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളപ്പത്തിനുള്ള 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ നല്ല വെള്ളപ്പം ഇവിടെ റെഡിയാവും. സോഫ്റ്റായിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡിയാവും. അപ്പോൾ അതാ നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും വെള്ളപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി.